ആഹാരത്തിൻ്റെയും അത് വിളമ്പുന്നതിൻ്റെയും ദഹനത്തിൻ്റെയും രംഗവേദികളാണ് നമ്മൾ 27-ാം ഭാഗത്തിൽ ചർച്ച ചെയ്തത്. 28-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വഭാവബലപ്രവൃത്തങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ആഹാരവും നീഹാരവും. ഇവ ഓരോന്നും കൂടുതൽ സൂക്ഷ്മമാണെന്നും അതിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനും ചിന്തിക്കാനുമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. ആഹാരത്തേക്കാൾ സൂക്ഷ്മമാണ് നീഹാരം. കാരണം ജലം നാം എന്തു ചിന്തിക്കുന്നുവോ അതുപോലെ പ്രതികരിക്കുന്നു എന്നുള്ളൊരറിവാണ് ഇതിൻ്റെ അടിസ്ഥാനം. ജലത്തെ നാം എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ നമ്മുടെ മനസ്സ് രൂപപ്പെടും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മാനസിക രോഗങ്ങളിൽ ജലം ഉപയോഗിച്ചിട്ടുള്ള ചികിത്സകൾ, ധാര മുതലായവ അതീവ ഫലപ്രദമാണ് എന്ന് പറയാനുള്ള കാരണം അതുതന്നെയാണ്. മനസ്സ് എങ്ങനെ വരുന്നുവോ അതുപോലെയാണ് ആ വ്യക്തി കൈകാര്യം ചെയ്യുന്ന ജലവും വരുന്നത്. ജലത്തിൻ്റെ ക്രിസ്റ്റലിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതിന് നിയതമായ ഒരു സ്വഭാവം ഇല്ല എന്നുള്ളതാണ്. കൈകാര്യം ചെയ്യുന്നവൻ്റെ മനസ്സ് പോലെ സ്വഭാവം മാറ്റുന്നതാണ് ജലം എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. ജലത്തിൻ്റെ സമീപമിരുന്ന് ഒരു മന്ത്രം ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയാൽ ആ പാട്ടിൻ്റെ രാഗത്തിനനുസരിച്ച്, താളത്തിനനുസരിച്ച് ജലത്തിൻ്റെ ക്രിസ്റ്റലിൻ്റെ രൂപം മാറും എന്നാണ് ആചാര്യന്മാർ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ജലം കൈകാര്യം ചെയ്യുന്നവൻ്റെ മനസ്സ് ഉത്തമമായാൽ ആ ജലം ആഹരിക്കുന്നവൻ്റെ ശരീരത്തിനും മനസ്സിനും അതുകൊണ്ട് ഗുണം കിട്ടും. അഥവാ അധമമായി മാറിയാൽ അതിനനുസരിച്ചുള്ള പ്രതികരണം ജലം അത് കുടിക്കുന്ന ആളിൽ ഉണ്ടാക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരാളിൽ നിന്ന് ജലം വാങ്ങി കഴിക്കുമ്പോൾ അയാൾ ഏത് മാനസികാവസ്ഥയിലാണ് അത് തരുന്നത്, അയാളുടെ മനസ്സിലെ വിചാരം എന്താണ്, അയാളുടെ ധാരണകൾ, നമ്മെക്കുറിച്ചുള്ള ധാരണകൾ എന്തെല്ലാമാണ്, ഇതെല്ലാം അറിഞ്ഞ് മാത്രമേ നമ്മൾ ഒരാളിൽ നിന്ന് ജലം വാങ്ങി കഴിക്കാവൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. പലപ്പോഴും പല വ്യക്തികളിൽ നിന്നും ജലം സ്വീകരിക്കുക വഴി മഹാരോഗങ്ങൾക്ക് അടിമകളായ സംഭവങ്ങളുണ്ട്. ഇതിനെയാണ് ബാധ എന്ന് പറയുന്നത്, ജലത്തിലൂടെ ബാധിച്ചത്. ഇവയ്ക്കെല്ലാമുള്ള ആത്മീയ പരിഹാരങ്ങളാണ് ആചാര്യന്മാർ വേറെ പറഞ്ഞു വച്ചിട്ടുള്ളത്. അപ്പോൾ ജലത്തിൻ്റെ ശുദ്ധി നദികളായാലും മഴവെള്ളമായാലും കിണറിലെ വെള്ളമായാലും ജലത്തിൻ്റെ ശുദ്ധി നമ്മൾ കുളിക്കാനെടുക്കുകയും കുടിക്കാനെടുക്കുകയും ചെയ്യുന്ന എല്ലാ ജലത്തിൻ്റെയും ശുദ്ധി പരമപ്രധാനമായതുകൊണ്ട് ജലത്തെ ആദി സ്രോതസ്സായി നമ്മൾ കണക്കാക്കി വരുന്നു. ജലം ജപിച്ചെടുക്കുമ്പോൾ തന്നെ അത് ഔഷധമായി മാറുന്നു എന്ന കണ്ടെത്തൽ അതിൽ നിന്നാണ് ഉണ്ടായത്. നമുക്ക് ഒരു മന്ത്രം ജപിച്ച് ജലത്തെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പരിണമിപ്പിച്ച് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഈ ഒരു തന്ത്രമാണ് നമ്മുടെ പാതിരാ പ്രാർത്ഥനയിൽ നമ്മൾ പ്രയോഗിച്ചു വരുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ ആ പാതിരാ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർക്ക് അനുഭവങ്ങളായിട്ട് ഉണ്ട്. അതെല്ലാം ജലത്തെ അവർ തന്നെ പരിണമിപ്പിക്കുന്നതിൻ്റെ ഫലമാണ് എന്നറിയുക. മന്ത്രം കൊണ്ട് ജലത്തെ ജപിച്ചെടുക്കാനുള്ള ഒരു തലത്തിലേക്ക് ഉയർന്നവൻ, അത്തരം ഒരു സാധന ചെയ്ത് പരിശീലിച്ചവൻ ഒരു ജലം കയ്യിലെടുത്ത് അത് ജപിച്ച്
നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ മഹാരോഗങ്ങൾ അകന്നു പോകും എന്നുള്ളത് അനുഭവ സത്യമായിട്ട് ഈ ഉള്ളവൻ്റെ മുന്നിലുണ്ട്. ഇങ്ങനെ ജലത്തെ പരിണമിപ്പിച്ചുകൊണ്ട് നമുക്ക് ഏത് കാര്യവും സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മനസ്സ് പരിശുദ്ധമാകുമ്പോൾ അതിനനുസരിച്ച് ജലവും പരിശുദ്ധമാകും. അത് മറ്റു വിഷയങ്ങളിലൂടെ നമുക്ക് വരുന്ന വിഷങ്ങളെ ഇല്ലാതാക്കാനും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഗംഗാജലത്തിൻ്റെ പവിത്രത കാണുന്നതും അതേപോലെ ജ്ഞാനസ്നാനം ചെയ്യുന്നതും ഇത്തരം ചടങ്ങുകളിലെല്ലാം ഈ ജലത്തിൻ്റെ ശുദ്ധീകരണ രീതി ഉപയോഗപ്പെടുത്തുന്നു. ജലം ദാനം ചെയ്യുന്നവനാണ് നാരദൻ. അതുകൊണ്ട് ജപജലം കൊടുത്താൽ മതി എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ മനസ്സിനെ അതിലേക്ക് ആവാഹിക്കുന്നത് കൊണ്ട് ഉദ്ദിഷ്ടകാര്യസാധ്യം അനായാസം സാധ്യമാകും എന്നതാണ് പറയുന്നത്. ആരിൽ നിന്നും ജലം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രം ജപിച്ച് അതിനെ ശുദ്ധി വരുത്തി അതിനുശേഷം മാത്രമേ ആഹരിക്കാവൂ എന്ന പ്രധാന വസ്തുത ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇത് ചെയ്യാതെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ കഴിക്കുന്ന ജലമാണ് നമ്മുടെ മഹാരോഗങ്ങൾക്ക് വിത്തിടുന്നത് എന്നുകൂടി അറിയുക. അതുകൊണ്ട് ആഹാരത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നീഹാരത്തിലാണ്, നമ്മൾ കുടിക്കുന്ന ജലത്തിലാണ് എന്നറിയുക. ഇനി പറയാനുള്ളത് നീഹാരത്തേക്കാൾ സൂക്ഷ്മമാണ് മൈഥുനം. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സംസാര വിഷയവും ഏറ്റവും വലിയ വ്യവസായവും എല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ഏറ്റവും വലിയ യുദ്ധവും ഹിംസയും പീഡനവുമായി മൈഥുനം മാറിപ്പോയിരിക്കുന്നു. അതിൻ്റെ കാരണം മനുഷ്യവാസനകളിൽ നിന്ന് നമ്മൾ അകന്ന് മൃഗീയ വാസനകളിലേക്ക് അധപ്പതിച്ചതാണ് എന്നറിയുക. ഇനിയും പറയാനുള്ളത് മൈഥുനത്തേക്കാൾ സൂക്ഷ്മമാണ് നിദ്ര എന്നതാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രയും വളർന്നു കഴിഞ്ഞ കാലത്തും ഒന്ന് സുഖമായി ഉറങ്ങാൻ കഴിയുന്നവർ വിരലിലെണ്ണാൻ മാത്രമേയുള്ളൂ. AC-യും ഫാനും ബെഡും എല്ലാ സുഖസൗകര്യങ്ങളും ഇഷ്ടമുള്ള ആഹാരങ്ങളുമെല്ലാം ഉണ്ടായിട്ടും സുഖമായി ഒന്നുറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക വേണം എന്ന അവസ്ഥയിലാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയാതെ പലരും വിഷമിക്കുന്നത് കാണാം. അതുകൊണ്ട് മൈഥുനത്തേക്കാൾ സൂക്ഷ്മമായ മൈഥുനം കൊണ്ട് മാത്രം പലതും നേടിയെടുക്കാം, പലതും കളഞ്ഞു കുളിക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥ ആ കളഞ്ഞു കുളിച്ചതിനെയും അല്ലെങ്കിൽ നേടിയെടുത്തതിനെയും എല്ലാം കുറേം കൂടി സൂക്ഷ്മമായി നമുക്ക് സംസ്വീകരിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് നിദ്ര. ഈ നിദ്ര ഏറ്റവുമധികം അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്നാണ് പറയാനുള്ളത്. കടത്തിണ്ണകളിലും റോഡിലുമൊക്കെ എല്ലാം മറന്ന് വീണിടം വിഷ്ണുലോകം എന്ന ഭാവത്തിൽ കിടന്നുറങ്ങുന്ന ഒട്ടേറെ പേരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന പലരും ഉറക്കമില്ലാതെ അശാന്തിയുടെ രാത്രികൾ അനുഭവിക്കുന്നവരാണ് എന്നുള്ളതും കാണാതെ പോകരുത്. അപ്പോൾ ഋഷിസൂക്തങ്ങൾ രോഗങ്ങളെക്കുറിച്ച് ആധ്യാത്മികങ്ങൾ, ആദിബൗദ്ധികങ്ങൾ, ആദിദൈവികങ്ങൾ എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി ഇതിലെല്ലാം നമ്മൾ കാണേണ്ടതുണ്ട് എന്നറിയുക. സുശ്രുതൻ, ചരകൻ, വാഗ്ഭടൻ തുടങ്ങിയവരൊക്കെ രോഗത്തിൻ്റെ ആഗമം, പരിണാമം, പൂർണ്ണരൂപം, അതിൻ്റെ സൈദ്ധാന്തികത, നിദാനം എന്നിവയെല്ലാം
ഈ ആഹാര നീഹാര മൈഥുന നിദ്രകളെ ആസ്പദമാക്കി വിചാരം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് ആധുനിക ശാസ്ത്രം കടന്നു ചെന്നിട്ടില്ലാത്ത ഒരുപാട് മേഖലകളിലേക്ക് നമ്മുടെ പൗരാണിക ശാസ്ത്രം കടന്നു ചെന്നിരുന്നു. അതിനെയാണ് ശരിക്കും ആധുനികം എന്ന് വിളിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കോശവാർദ്ധക്യ പ്രക്രിയ തടയുന്ന വിഷയങ്ങൾ നമ്മുടെ ആഹാരത്തിലും നീഹാരത്തിലും മൈഥുനത്തിലും നിദ്രയിലും അടങ്ങിയിരിക്കുന്നു എന്നറിയുക. ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. നമസ്തേ.